ഹലോ, എന്തുണ്ട് വിശേഷം? ചായയുടെയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സത്യങ്ങൾ തെളിയുന്നതിനോടൊപ്പം വേറൊരു സത്യവും കൂടി തെളിഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു സ്ത്രീക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായി ഒരാൾ വരുമ്പോൾ അന്തസ്സായിട്ട് പോറ്റാൻ കഴിവുണ്ടായിരിക്കണം. അവളെ പണിയെടുത്ത് ഞാൻ പോറ്റും എന്ന് പറയുന്നിടത്താണ് ആണായി മാറുന്നത്. അവിടെയും വന്നിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് സത്യം അങ്ങോട്ട് പറഞ്ഞ് ഞമ്മക്ക് യൂട്യൂബ് ചാനലില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഞമ്മക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഇവളെ പിന്നാലെ വന്നത്. ഇപ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു തള്ള, അവൾക്ക് വേറൊരു പണിയുമില്ല. അവൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കൂന്നാണ് പറയണത്. മക്കളെ, പൂട്ടിക്കൂന്നാണ് പറയണത്. ഈ ഒരു ചാനലില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. കാരണം നമ്മളെ മോളിൻ്റെ പഠിത്തമൊക്കെ ഇതിൽ നിന്നാണ്. ഇത് മാത്രമല്ല, ഞാനൊരു വലിയ നായകനാകാമെന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3-4 അക്കൗണ്ട് എടുത്തിട്ട് അതിൽ കൂടി വന്ന് കാക്ക നിങ്ങൾ ഭയങ്കര ചന്തമാണ്, കാക്ക നിങ്ങൾ ഭയങ്കര ശമ്പവമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ആ വീഡിയോയുടെ താഴെ അങ്ങിടും. ഇത് മുമ്പ് പിന്നെ ഇവളുണ്ടല്ലോ, ഇവളും ചെയ്യുന്ന കാര്യമായിരുന്നു. അതായത് മഷ്റൂറ മോള് നല്ലതാണ്, മഷ്റൂറ മോളെ കാണാൻ നല്ല ചന്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെയോ അക്കൗണ്ടുകളിൽ കൂടി വന്ന് ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ ഞാനും കുറേ അക്കൗണ്ട് എടുത്ത് എന്നെ തന്നെ ഞാനങ്ങ് പുകഴ്ത്തു. ഒരു മനസുഖം, എങ്ങനെയെങ്കിലും ജീവിക്കട്ട്, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണത് കാണാനല്ലേ നിങ്ങൾക്കിഷ്ടം. ഞാൻ വല്ലതും ചെയ്തു കളയും, എന്നെ കൊലപാതകിയാക്കരുത്. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നേ. ജീവിക്കാൻ നിവൃത്തി ഉണ്ടാക്കുന്നത് അവരവരാണ്. ഞാൻ എൻ്റെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ജീവിക്കുക, അല്ലാതെ മറ്റുള്ളവരടുത്ത് പറയില്ല നിങ്ങളാ ചാനൽ കാണരുതേ, നിങ്ങളാ ചാനൽ പ്രൊമോട്ട് ചെയ്യരുതേ. പിന്നെ നമുക്ക് ഭീഷണി ഭയങ്കര ക്രൈസാണ്. അതുകൊണ്ട് തന്നെ നീ എടുത്ത പുതിയ ചാനലിൽ 1000 സബ് കയറാൻ ഞങ്ങൾ വിടൂല. ഞങ്ങൾ ഒരാളെയും ജീവിക്കാൻ വിടൂല. പക്ഷെ നമ്മൾ ഭയങ്കര പാവമാണ്. ഞമ്മക്ക് ഇരന്ന് ജീവിക്കണം, ഞമ്മക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ഞമ്മളെ കൊണ്ട് പറ്റൂലടേ.